ഹലോ ഗായ്സ്, എല്ലാവർക്കും സൈക്കോ ഫാമിലിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മാങ്ങോട് പോവാണ്, അമ്മയുടെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ നമുക്കിന്ന് അമ്മയുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ നമുക്ക് മുത്തിയമ്മയ്ക്ക് ഇങ്ങോട്ടൊന്നും വരവോ ഒന്നും നടക്കത്തില്ല, വയ്യാത്ത കാരണം, പ്രായമായി. അപ്പോൾ നമ്മൾ മുത്തിയമ്മയെ കാണാൻ അങ്ങോട്ട് പോവാണ്. അപ്പോൾ അച്ഛൻ ഇവിടെ ട്രിപ്പ് അടിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ നമുക്ക് മുത്തിയമ്മ അടുക്കലോട്ട് പോവാം. അമ്മ ആദ്യ ട്രിപ്പ് മണിക്കുട്ടനെയും കൊണ്ട് പോയിട്ടുണ്ട്. അവിടെ പോയി ഇറങ്ങി നിൽക്കുകയാണ്. പിന്നെ ഞങ്ങളും കൂടെ വന്നിട്ടാണ് ഒരുമിച്ച് പോകത്തുള്ളൂ. കാരണം അവിടെ റോഡ് അത്ര നല്ലതൊന്നുമല്ല. അപ്പോൾ പിന്നെ അങ്ങോട്ട് കയറിപ്പോക്കൊക്കെ ഭയങ്കര പാടാണ്. അപ്പോൾ അച്ഛൻ്റെ വീട്ടിലോട്ടായാലും അമ്മയുടെ വീട്ടിലോട്ടായാലും ഇവിടുന്ന് 2 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. രണ്ട് കൂട്ടരും അടുത്തടുത്താണ്. അത് അമ്മയും മണിക്കൂട്ടിനും അവിടെ നിൽപ്പുണ്ട്. അമ്മയുടെ നാട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത്. എല്ലാം പറഞ്ഞു കൊടുക്കുക. ഇവിടെ റോഡൊക്കെ വളരെ മോശമാണ്. ഇതുവഴി വണ്ടി കയറ്റിക്കൊണ്ട് വരുന്നത് ഓടിക്കുന്നവർക്ക് മാത്രം ഓടിച്ചുകൊണ്ട് പോകാം. അല്ലാതെ പുറകിലെ ആളെ ഒന്നും ഇരുത്തി പോകാൻ പറ്റത്തില്ല, മറിഞ്ഞവിടെ കിടക്കും. കാരണം കുറച്ചും കൂടി നീങ്ങി കഴിയുമ്പോൾ ചരൽ പോലെ കിടക്കുകയാണ്. കാരണം വണ്ടി സ്ലിപ്പാവാൻ നല്ല ചാൻസ് ഉണ്ട്. മണിക്കുട്ടന് ഇതുപോലുള്ള സർക്യൂട്ടൊക്കെ വലിയ ഇഷ്ടമാണ്. കണ്ടില്ലേ അവൻ്റെ ഓട്ടവും ചാട്ടമൊക്കെ. ജോസൂട്ടിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പറായനെ. അപ്പോൾ ഇവിടെ അമ്മയുടെ അനിയന്മാരും ഒരു ചേച്ചിയും താമസിക്കുന്നുണ്ട്. അവർ അടുത്തടുത്താണ് വീട് വെച്ച് താമസിക്കുന്നത്. ഇവിടെ ഈ ഭാഗത്ത് ഇവർ മാത്രമേ ഉള്ളൂ. ഇത് നാത്തൂൻ്റെയൊക്കെ സ്ഥലമാണ്. മാങ്ങയൊക്കെ വീണിട്ടുണ്ടോ നോക്കുക. മാവൊക്കെ പൂത്തു തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ 4 മാങ്ങയുണ്ട്. നല്ല പഴുത്ത് നിൽക്കുകയാണ്. ഇനി അതൊക്കെ നിറഞ്ഞെണ്ണം. ഇവിടെയൊക്കെ നല്ല പന്നിശല്യമൊക്കെ ഉണ്ട്. ഇവിടെ ഈ ആദ്യം കാണുന്ന വീട് വല്യമ്മയുടെയാണ്. രണ്ടാമത്തേത് ചെറിയച്ഛൻ്റെയാണ്. അല്ല, ചെറിയ മാമൻ്റെയാണ്. ഇത് നമ്മുടെ ചെറിയ മാമൻ്റെയാണ്. അവിടെയാണ് മുത്തിയമ്മ ഉള്ളത്. മറ്റേ ചെറിയ മാമന് കോഴി ഫാമും കാര്യങ്ങളും ഒക്കെയാണ്. ഇത് വല്യമ്മ അവിടെ ഇരിപ്പുണ്ട്. മുത്തിയമ്മയെ ഞങ്ങളെ കണ്ട സന്തോഷത്തിൽ ഇതാ മണിക്കുട്ടൻ. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ മറ്റേ പട്ടി, നായയും പൂച്ചയും എല്ലാം ഇഷ്ടം കൂട്ടുണ്ട്. മണിക്കുട്ടൻ അതിനൊക്കെ വലിയ ഇഷ്ടമാണ്. എന്താന്ന് പറയുന്നത്, പക്ഷേ ഇവൻ്റെ കൈ കിട്ടിയവൻ ദ്രോഹിക്കും. നല്ല ദ്രോഹം വെച്ച് കൊടുക്കും. അതുകൊണ്ട് പേടിയാണ്. ഞാനും അതിനെ വല്ലതും ചെയ്താൽ അതെല്ലാം മാന്തി വല്ലതും ചെയ്താൽ പിന്നെ അതിൻ്റെ പുറകെ നടക്കണ്ടേ. ഇപ്പം പുതിയ 2 ആൾക്കാരെയും കൂടെ കൊണ്ടുവച്ചിട്ടുണ്ട്. കണ്ടില്ല, ഇതിനു മുമ്പ് നേരത്തെ ഒരുപാട് പട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം ചത്തുപോയി കഴിഞ്ഞപ്പോഴത്തേന് അടുത്ത ആൾക്കാരെ കൊണ്ടുവന്നു. അമ്മയ്ക്കും വലിയ ഇഷ്ടമാണ് മൃഗങ്ങളെയൊക്കെ കേട്ടോ. രണ്ട് ലവ് ബേർഡ്സ് ഉണ്ട്. ഇതും ഒരുപാടുണ്ടായിരുന്നു. എന്തോ ചത്തുപോയോ ഇല്ലയോ കണ്ട. പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മുരിങ്ങയിലയാണ്. മുത്തിയമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പറിച്ചുകൊണ്ട് പോയാണ്. അപ്പോൾ അതൊക്കെ അവിടെ ഇരുന്ന് ഒരുക്കി കഥകളൊക്കെ പറഞ്ഞ് ഉച്ചക്കത്തെ ഊണൊക്കെ സെറ്റപ്പാക്കി. അപ്പോൾ നമുക്ക് ഊണ് കഴിക്കാം. വെണ്ടയ്ക്ക പുളിയുണ്ട്, മുട്ട കുത്തിപ്പൊരിച്ചുണ്ട്, മുരിങ്ങയില തോരനുണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മുരിങ്ങയിലയാണ്. പിന്നെ പപ്പടമുണ്ട്. സൂപ്പർ. ഇതെന്തോ നാരങ്ങ അച്ചാർ. സൂപ്പർ. അതിൻ്റെ കൂടെ 2 കാന്താരിയും കൂടി. വാവ്, പൊളി. അനിയനും ചേച്ചിയും കൂടി കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും സാധാരണ കുടുംബക്കാരാണ്. എല്ലാവരും സാധാരണക്കാരാണ്. ഇവിടങ്ങളിൽ നിന്ന് വെച്ചാൽ കൂടുതൽ റബ്ബർ വെട്ട്, അങ്ങനെ ഷീറ്റടി, പശുവിനെ വളർത്തുക, പിന്നെ പാടത്ത് പണി, ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാവരും പണ്ടത്തെ എന്നാ അമ്മയൊക്കെ മറ്റേ പാടത്തൊക്കെ പണിയാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോഴാണ് ഒന്നിനും തൊടി നോക്കിയിരിക്കുന്നത്. നമ്മുടെ പഴയ യൂട്യൂബ് ചാനലിൽ ഇവിടെയുള്ളവർ എൻ്റെ വീഡിയോ ഒക്കെ അധ്വാനിക്കുന്നവരാണ്. ഇപ്പോൾ അമ്മയും മണിക്കൂട്ടിനും കൂടി അങ്ങോട്ടങ്ങോട്ട് പോയിട്ടുണ്ട്. സ്ത്രീകളായാലും പുരുഷന്മാരായാലും കുട്ടികളായാലും. ഞാൻ അവരെ തപ്പി പോവുക. ഈ ഭാഗത്ത്, അതായത് ഈ നമ്മുടെ വീടിരിക്കുന്നതിൻ്റെ അടുത്തായിട്ട് വീടുകളൊന്നുമില്ല. അവർ ചേട്ടനനിയന്മാരിയ്ക്കുന്നു. ഇതിപ്പോൾ ഇവിടെ ഒരു വീട് കാണുന്നു.
പിന്നെ ഇത് കഴിഞ്ഞത് അപ്പുറത്തോട്ട് കുറച്ചങ്ങോട്ട് പോയി കഴിയുമ്പോൾ അവിടെയൊക്കെ അടുത്തടുത്തടുത്ത് വീടുകളുണ്ട്. എന്നാലും കാട്ടിൻ്റെ അകത്ത് തന്നെയാണ്, വലിയൊരു വനം. ഇവിടെയൊക്കെ എങ്ങനെ ഇരിക്കുന്നതെന്ന് അറിയത്തില്ല, പേടിയാവുന്നു. നമ്മുടെ ഈ ഭാഗത്തുള്ള വീടിനെല്ലാം ഇല്ലേ വെളിയിൽ ഒരു പെര കൂടി കാണും, അടുപ്പൊക്കെ ഉള്ള, വിറകടുപ്പൊക്കെ വെക്കാൻ. ഇതൊക്കെ അങ്ങനെയുള്ള നല്ലൊരു വീട്. പക്ഷേ ഇവിടെ ആൾത്താമസമൊന്നുമില്ല. നാത്തൂനൊക്കെ വാടകയ്ക്ക് ഇരിക്കാനായിട്ട് വീട് തപ്പുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് നോക്കിയായിരുന്നു, പക്ഷേ ഇതൊരു കാടിൻ്റെ അകത്താണ്. അപ്പോൾ എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല. അവരെന്ത് ചെയ്യും? ഓ, ഫോൺ പോയപ്പോൾ ശരിയാവും. വെള്ളമൊക്കെ നിറയുണ്ട്. ഇതൊക്കെ ആരെങ്കിലും കോരുന്നുണ്ടോ അമ്മേ? അച്ഛനാണെങ്കിൽ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു ഒരാളെ കാണാനായിട്ട്. ഞങ്ങൾ അച്ഛനെയും തപ്പി പോകുന്ന പോക്കാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. മണിക്കുട്ടനും മാമനും കൂടി ആ വഴിക്ക് ഒരു പാറ കാണാനായിട്ട് പോയി. അവരെ കാണാഞ്ഞപ്പോൾ ഞങ്ങളിങ്ങനെ നടക്കാൻ ഇറങ്ങി. എന്നാൽ പിന്നെ അച്ഛനെ തപ്പി പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോയ ആളാണ്. കാരണം ഞങ്ങൾക്ക് സമയം 4 മണിയൊക്കെ ആവാറായി, വീട്ടിൽ പോകണം. അപ്പോൾ ഇവിടെ ഒരു നല്ല നഴ്സറിയൊക്കെ ഉണ്ടായിരുന്നത് ഞങ്ങൾ കണ്ടില്ലായിരുന്നു, ഇപ്പോഴാണ് കാണുന്നത്. അമ്മയ്ക്കറിയായിരുന്നു, പക്ഷെ അമ്മയൊന്നും പറഞ്ഞില്ല. ഇവിടെ ചെടികളും എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ അച്ഛൻ്റെ വണ്ടി ഇവിടെ ഇരിപ്പുണ്ട്, അച്ഛൻ ഇവിടെ ഉണ്ട്. അപ്പോൾ എന്തോ അവിടെ താഴെ കണ്ടുണ്ട്, എന്തോ കാര്യം എന്തോ സംസാരിക്കാനായിട്ട് അങ്ങോട്ട് പോയതാണ്. ഇതൊക്കെ അമ്മയുടെ പഴയ ഫ്രണ്ട്സൊക്കെയാണ്. അച്ഛനെ കിട്ടി ഞങ്ങൾ തിരിച്ചു പോവാണ്. തിരിച്ചു പോകുമ്പോഴാണ് ഞാൻ ആദ്യം പറഞ്ഞൊരു മാങ്ങയില്ലേ, ആ മാങ്ങ പറിക്കാനായിട്ട് നോക്കുകയാണ്. മാമനും അച്ഛനും ഒക്കെ കൂടി കമ്പെറിഞ്ഞും കല്ലെറിഞ്ഞും ഒക്കെ, പക്ഷേ കിട്ടിയില്ല. ഇച്ചിരി പൊക്കത്താണ്. പണ്ടത്തെ ആരോഗ്യമൊന്നും ഇല്ലല്ലോ. ഇപ്പം ഇച്ചിരി 2 പ്രാവശ്യം എറിഞ്ഞാണ് കൈക്ക് വേദനയും. അവർക്ക് നല്ല വേദനയാണെങ്കിൽ പിന്നെ നമ്മുടെ കാര്യം എന്താ, നമ്മൾ കൈ പോക്കുമ്പോഴേ നല്ല വേദനയാണ്. അങ്ങനെ പോകാൻ വലിയ മനസ്സില്ലാതെ മണിക്കുട്ടൻ ഇരിക്കുന്നു. ഓടുകയോ ചാടുകയോ ചെയ്തു, വീഴല്ലേ. ആ ചെല്ല്, വീഴരുതേ. ഗൈസ്, ഞങ്ങൾ തിരിച്ചു പോവാ. കയറ്റം വലിക്കുന്നില്ല, അമ്മയ്ക്ക് കയറ്റം വലിക്കുന്നില്ല. പിന്നെ അച്ഛൻ ട്രിപ്പ് അടിക്കാനാ. എന്നെ ആദ്യം കൊണ്ടുവിട്ടിട്ട് വേണം അമ്മയെ പിക്ക് ചെയ്യാനായിട്ട് വരാനായിട്ട്. അപ്പോൾ ഞങ്ങൾ പോട്ടെ കഴിയും. സമയം 4 മണി 4:30 കഴിഞ്ഞു. ഇനി വീട്ടിൽ ചെന്നിട്ട് ഒരുപാട് പണികളുണ്ട്. വന്നപ്പോൾ മഞ്ചമ്മ തുളസിയൊക്കെ പറിച്ച് നടക്കുന്നു, അമ്പലത്തിലോട്ട് കൊടുക്കാനായിട്ടാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. അച്ചാച്ചി അമ്മമ്മയെ തിരിച്ചു വിളിക്കാൻ പോയ വിഷമത്തിൽ മണിക്കുട്ടൻ ഇരിക്കുക. നോക്ക് ഗൈസ്, ഇവൻ്റെ കാലൊക്കെ കണ്ടോ ഗൈസ്, കണ്ടോ? ഇത് ഞാൻ ഏതാറ്റി കൊണ്ടുപോയിട്ട് കഴുകും. ഇടിഞ്ചക്ക, 3-4 ദിവസത്തിന് ഇനി ഇടിഞ്ചക്കയാ. ചക്കക്കറി, ചക്കത്തോരൻ. അയ്യോ, മണിക്കുട്ടൻ കളിച്ച് ക്ഷീണിച്ച് ഇന്നത്തെ ദിവസം ഉറങ്ങിയിട്ടില്ല മണിക്കുട്ടൻ. അതെ മണി, നീ ഇനി എപ്പോഴാണ് ഉറങ്ങുന്നേ? പറയ്. നീ ഇന്ന് ഉറങ്ങുമോ? ഇപ്പോൾ ഉറങ്ങിയാ നീ എപ്പോൾ എണീക്കും? ഗൈസ്, ഇവന് ഇപ്പോൾ ഉറങ്ങിയാൽ പിന്നെ ഇനി 7 മണിയൊക്കെ ആകുമ്പോഴത്തേന് ഇവനെ നോക്കിയാൽ മതി, 7-8 മണി. പിന്നെ ഞങ്ങൾക്ക് ഇന്ന് നൈറ്റ് ഡ്യൂട്ടി ആയിരിക്കും. കാരണം ഇന്ന് രാവിലെ പോയ പോക്ക് ഒന്നും ഉറങ്ങിയിട്ടില്ല. ഒന്നെങ്കിൽ ഉച്ചയ്ക്കോ അല്ലെങ്കിൽ 11:30 ഉറങ്ങേണ്ട ചെറുക്കനാണ്. ഇന്നത്തെ ഉറക്കമൊക്കെ പോയി. ഇന്നത്തെ ഒരു ദിവസം ഞങ്ങളുടെ പോയി. ഇനി പണിയേ ഉള്ളൂ, പണിയോട് പണി. മുറ്റം തൂക്കണം, പരിക്കാൻ തൂക്കണം, മൊത്തം പണി.
അമ്മ വന്നു ഗൈസ്. എവിടെ പോയെന്ന് പറഞ്ഞാലും നമ്മുടെ വീട്ടിൽ വന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്ന സുഖം വേറൊന്നുമില്ല. ചിലപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്നതും അങ്ങനെ ആയിരിക്കും. നമുക്ക് ചിലപ്പോൾ തൃപ്തിയാകത്തില്ല. നമ്മുടെ വീട്ടിൽ വന്ന് ചിലപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് എവിടെ നിന്നാലും കഴിച്ചെങ്കിൽ തന്നെ നമ്മൾ വീട്ടിൽ വന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കും. സമയം 5:23 ഗൈസ്. ഞാൻ പോയി തൂത്ത് വരട്ടെ. തൂക്കാം. ഇനി തൂത്തുവാരി പരിക്കാവൊക്കെ തൂത്ത് കഴിഞ്ഞിട്ട് കുളിക്കണം, നനയ്ക്കണം. ഇന്ന് നനയൊന്നുമില്ല. ഇന്നിപ്പം സമയം ഒരുപാടായി. പിന്നെ മണിക്ക് ചായ കൊടുക്കണം, അത് അവനെ എങ്ങനെയും ഉറക്കാതെ ഒരു 8 മണി വരെയെങ്കിലും പിടിച്ചിരുത്തണം എന്നുണ്ട്. അങ്ങനെ പണികളൊക്കെ വേഗം തീർക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം അവനെ കുളിപ്പിക്കാനൊക്കെ. തുണിയൊക്കെ പറക്കൊണ്ട് വരണം, ഒക്കെ മടക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത് കണ്ട കുളിപ്പിക്കാൻ വെച്ചപ്പോഴത്തേന് ഒരുത്തൻ കുറച്ച് കുളിപ്പിക്കുന്നുണ്ട്. ഞാൻ പോവാണേ. മണി വാ, കുളിക്കാൻ വാ. ചായക്കൊക്കെ കൊണ്ടുപോയി ചൊറിയും ചെറുക്കാൻ നിന്നെ. മണിയേ വാ, കുളിക്കാൻ പോവാ. അവൻ്റെ ഇഷ്ടത്തിന് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഇന്നൊന്നും കുളി നടക്കത്തില്ല, എൻ്റെ കുളി നടക്കത്തില്ല, ഒന്നും നടക്കത്തില്ല. ഞങ്ങളെ കുളിയൊക്കെ കഴിഞ്ഞ് ഗൈസ്. ഇനി മണിക്കുട്ടിന് ഫുഡ് കൊടുക്കണം. അമൃതം പൊടിയാണ് കൊടുക്കുന്നത്, അപ്പോൾ അതുണ്ടാക്കണം. ഇന്ന് നേരത്തെ ഉറങ്ങാനുള്ള ചാൻസ് ഉണ്ട്, അപ്പോൾ നേരത്തെ കൊടുക്കണം. കാരണം ഇന്ന് ഉറക്കമൊന്നും നടന്നില്ല. അപ്പോൾ മുറിയെല്ലാം ഒതുക്കാനുണ്ട് ഗൈസ്. കണ്ടാ കിടക്കുന്ന കിടപ്പ് കണ്ടാ എല്ലാം ഒതുക്കാനുണ്ട്. അമ്മ കഞ്ഞിയൊക്കെ ചൂടാക്കാനായിട്ട് വെച്ചു. അമ്മത്തേന് ബാക്കിയുള്ള കറികളൊക്കെ ഞാൻ ചൂടാക്കി. ഇനി എന്തെങ്കിലും ഒരു കറിയും കൂടെ വെക്കണം. മണിക്കൂട്ടിനുള്ള അമൃതം പൊടിയൊക്കെ ഇനി ഇടയ്ക്കിരുന്ന് ചൂടാക്കുകയാണ്. മുട്ടക്കറി വെക്കാനായിട്ടാണ് ഉദ്ദേശം. അച്ഛനുണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ലേസും ചായയൊക്കെ കുടിച്ചിട്ട് ഇരിക്കുകയാണ്. മണിക്കൂട്ടിനെ അങ്ങ് കഴിപ്പിച്ചു. മുറിയൊക്കെ ഒതുക്കി ഗൈസ്. മണിക്കൂട്ടിനെ അങ്ങ് കുളിപ്പിച്ച് കഴിപ്പും കുളിയൊക്കെ കഴിഞ്ഞു. ചാടിച്ച് അച്ഛനെയും കൂട്ടി ജ്യൂസിൻ്റെ ഇടയ്ക്ക് കുറച്ച് തല വെക്കണ്ടല്ലേ പല്ല. അതുകൊണ്ട് കുറച്ച് നേരം അങ്ങനെ ഓടി. അയ്യോ, ഇത് മൊത്തം തുണിയായിരുന്നു. അതൊക്കെ സെറ്റാക്കി. ഇത് കണ്ട ഗൈസ്, അങ്ങനെ എൻ്റെ പെയിൻറ്റിങ്സ് ആയിട്ട് നോക്കുന്നു. വേണ്ട, ഇതൊരു മിക്കി മൗസ് കണ്ട. ഞാൻ ചെറിയൊരു കലാകാരിയാണ് ഗൈസ്. ഇതാ ഒരു ചോട്ടാ ഭീം. നല്ല ഭംഗിയില്ലേ? അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഒക്കെ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.